ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഓണത്തിന്റെ 4 ദിവസം ഓരോ പായസം ഉണ്ടാവും. അതിൽ ഉത്രാടത്തിന് ഒരു സ്പെഷ്യൽ പായസമാണ് മുത്തശ്ശി ഉണ്ടാക്കുക. അന്ന് മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് നല്ല ട്രഡീഷണൽ ആയിട്ടാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ജനറേഷൻ മാറുമ്പോൾ പായസത്തിനും കുറേശ്ശൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഉത്രാട സ്പെഷ്യൽ പായസമാണ്. 1/4 കപ്പ് പച്ചരി എടുത്ത് കുതിർത്തി ഡ്രൈ ആക്കി വെച്ചേക്കുന്നതാണ്. അതേപോലെ 2 ടേബിൾ സ്പൂൺ സൂചി ഗോതമ്പും കഴുകി ഡ്രൈ ആക്കി വെച്ചേക്കുന്നതാണ്. വെയിലത്ത് വെച്ചല്ലാട്ട, ടവലിൽ വെച്ച് ഫാൻ കാറ്റിൽ ഡ്രൈ ആക്കിയതാണ്. 1/4 കപ്പ് ജവരി എടുത്ത് അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കും വേണം. അരിയും ഗോതമ്പും നെയ്യിൽ നല്ലോണം വറക്കും വേണം. നമുക്ക് പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിലേക്ക് അരി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പും ചേർക്കാം. അരിയുടെ കളർ ഒന്നും മാറണ്ട, എന്നാലും നെയ്യിൽ നല്ലോണം വറുത്തെടുക്കണം നമുക്ക്. അതുപോലെ തന്നെ ഗോതമ്പ്, അരിയും ഗോതമ്പും വറക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ജവ്വരി വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയും ഗോതമ്പും നെയ്യിൽ നല്ലോണം വറുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. 1/2 കപ്പ് വെള്ളം. അരിയും ഗോതമ്പും കൂടി വേവിച്ചെടുക്കാം. അരിയും ഗോതമ്പും 1/4 ഭാഗം വേവാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഉരുക്കിയെടുക്കാം. പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഈ പഞ്ചസാര ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. കാരമല് റെഡിയായി. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. നമ്മൾ പാല് ചേർക്കുമ്പോൾ ഒന്ന് കട്ടയാവൂട്ട, തിളയ്ക്കുമ്പോൾ അത് ശരിയായിക്കോളും. അരിയും ഗോതമ്പും നല്ലോണം വെന്തു. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ ജവ്വരി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. കാരമല് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളക്കട്ടെ. കാരമൽ ചേർത്തിട്ട് പായസം നല്ലോണം തിളച്ചു വിട്ടാൽ ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പായസം മാറ്റിയിട്ട് പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അണ്ടിപ്പരിപ്പ് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. അണ്ടിപ്പരിപ്പ് കളർ മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർക്കാം. നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉത്രാട സ്പെഷ്യൽ പായസമാണ്. എല്ലാവരും റെഡിയാക്കി നോക്കണം. റെഡിയാക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.